ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിമിനൽ ജസ്റ്റിസ് സീരീസിലെ ആദ്യ സീസണിലെ 3-ാമത്തെ എപ്പിസോഡാണ്. 2-ാമത്തെ എപ്പിസോഡിൽ നമ്മുടെ ഹീറോയെ ജയിലിലേക്ക് കൊണ്ടുവന്നു. ആ സമയം ജാക്കി ഷ്രോഫ് ഹീറോനെ നോക്കി നിൽക്കുന്നതായിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ജയിലിനുള്ളിൽ എന്തൊക്കെ നടക്കും, ഇവരൊക്കെ ആരാ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് 3-ാമത്തെ എപ്പിസോഡ് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആദ്യം തന്നെ നമ്മുടെ ഹീറോ ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് വന്നു. ആ സമയം അവിടെയുള്ള ബാക്കി ക്രിമിനൽസൊക്കെ ഹീറോയിനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഹീറോ ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുന്ന സമയം ഒരു ഗുണ്ടപ്പൻ അവിടേക്ക് വരുന്നുണ്ട്. അവൻ്റെ പേരാണ് ലായക്. ഈ ഗുണ്ടപ്പൻ വന്ന് ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഹീറോയോട്, ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയാടാ, ക്രിമിനൽസ് അല്ലേ, ആ സ്വഭാവമേ കാണിക്കുള്ളൂ, പിന്നെ വേറൊരുത്തനുണ്ട്, അവനെ സൂക്ഷിച്ചോളണം. അവന് നിന്നെ പോലെയുള്ള ഈ പുതിയ ചെക്കന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എവിടെ നിന്ന് വരും, എവിടെ കൂടെ പോകും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ സൂക്ഷിക്കണമെന്ന് പറയും. ഹീറോ ഓക്കെ സാറെന്ന് പറയും. അപ്പോൾ ഈ ഗുണ്ടപ്പൻ സാറെന്നോ? അപ്പോൾ ഹീറോ വയ്ക്കും, എന്താ സാറിൻ്റെ പേര്? അപ്പം ഇയാൾ പറയും ലായക്. സംഭവം ഇയാൾ തന്നെയാണ് ഇയാളെ പറ്റി പറഞ്ഞ് ഹീറോനെ ഭീഷണിപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ജാക്കി ഷ്രോഫിനെ കാണിക്കുന്നു. പുള്ളിയുടെ ക്യാരക്ടറിനെ മുസ്തഫ എന്നാണ് എല്ലാവരും ബായ് എന്ന് വിളിക്കുന്നത്. നമുക്കും ബായ് എന്ന് വിളിക്കാം. അപ്പോൾ ബായ് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളോട് എങ്ങനെയുണ്ട് നിൻ്റെ വയറുവേദന എന്ന് ചോദിക്കും. ആ സമയം അയാൾ പറയും, എന്താ പറ്റിയെന്നറിയില്ല, ഒന്നും അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ബായ് അവിടെ ഒരു പെട്ടിയിൽ നിന്ന് ഒരു ലോഡ് മരുന്നെടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് പറയും, എപ്പോഴാണ് ഒരാൾക്ക് എമർജൻസി വരുന്നതെന്ന് അറിയില്ലല്ലോ, ഇത് നീ വെച്ചോ, നിൻ്റെ എമർജൻസി അടുത്തിരിക്കുക. സംഭവം ഈ ജയിലിനകത്ത് തന്നെ 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് നമ്മുടെ ബായുടെയും ഒന്ന് ഈ ലായക്കിൻ്റെ. ബായ് ഈ ജയിലിനുള്ളിൽ ഫോൺ ബിസിനസ്സാണ്. ഈ ലായക്ക് ഇതിനുള്ളിൽ ഡ്രഗ് ബിസിനസ്സും. ഈ ഫോൺ ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഓരോ ഫോൺ ഉണ്ടാവും. ആരെ വേണോ വിളിക്കാം, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ഈ ബിസിനസ്സിൽ ഈ പുള്ളി എന്തോ ഒരു ചാരപ്പണി കാണിച്ചു. അതിനാണ് ബായ് പുള്ളിയോട് ദേഷ്യപ്പെടുന്നത്. അത് കഴിഞ്ഞ് ബായ് അവിടെ നിന്ന് പോകുന്ന സമയം ഈ ബായുടെ ആൾക്കാരെല്ലാം ഈ പുള്ളിയെ അടിച്ച് പരുവാക്കുന്നു. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഹീറോയുടെ ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലം കാണിക്കുന്നു. അവിടെ ഒരു ന്യൂസ് ചാനലുകാരൻ വന്നിട്ട് ചേച്ചിയോട്, നിങ്ങളുടെ അനിയന് സംഭവിച്ചത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താകാം, അത് ഈ ലോകത്തോട് വിളിച്ചു പറയാനായിട്ട് ഒരു ഇൻ്റർവ്യൂ വഴി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ആലോചിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞ് ഈ പുള്ളി കാർഡും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും ഹീറോനെ കാണിക്കുന്നു. ഹീറോ അവിടെ കിടക്കാൻ സ്ഥലമില്ലാതെ തപ്പിത്തിരിഞ്ഞിങ്ങനെ നടക്കുന്ന സമയം ഈ ലായക്ക് ഹീറോനെ നോക്കുന്നുണ്ട്. അവസാനം ഹീറോ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കിടക്കാൻ നോക്കുന്ന സമയം ഈ ലായക്ക് ഹീറോനെ നോക്കി ഹീറോയുടെ അടുത്തേക്ക് വരും. ആ സമയം ഒരു മൊട്ട ഇയാളെ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇയാൾ തിരിച്ചു പോകും. സംഭവം ഈ മൊട്ട ബായുടെ ആളാണ്. ഈ ബായും ലായക്കും 2 ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ പവർ മൊത്തത്തിൽ ബായ്ക്കാണ്. അതുകൊണ്ട് അതിന് മേലെ ഈ ലായക്കിനൊന്നും ചെയ്യാൻ അവിടെ കഴിയില്ല. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ വക്കീൽ ഈ സനായുടെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കുന്നു. അതായത് മരിച്ച നമ്മുടെ ലില്ലിയുടെ, നമുക്കിനി സന എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ വക്കീൽ ഇവൾ ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, കിസ് ചെയ്യുന്ന ഫോട്ടോ, പിന്നെ ഇവൾ ജോലി ചെയ്ത സ്ഥലം, ഇതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മുടെ വക്കീൽ അവൾ ജോലി ചെയ്ത സ്ഥലത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ റിസപ്ഷനിലുണ്ടായിരുന്ന ചെക്കനോട്, ഇവിടെ എന്താണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യൽ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യം ചോദിക്കുന്ന സമയം അവിടുത്തെ ഓണർ ഇത് ക്യാമറ വഴി കാണുന്നുണ്ടായിരുന്നു. പുള്ളി ഇറങ്ങി വന്ന് അവിടുത്തെ ഡീറ്റെയിൽസ് അടങ്ങുന്ന പേപ്പർ കൊടുത്തിട്ട് എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറയും. പിന്നെ നമ്മുടെ വക്കീലിനൊന്നും ചോദിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വക്കീൽ ഇറങ്ങി പോകുന്ന സമയം പുറത്തിറങ്ങുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി കാണും. അയാളെ വിളിച്ചിട്ട് നിങ്ങൾ ഈ കൈക്കൂലിയൊക്കെ മേടിക്കുമല്ലോ, അതിന് അയാൾ പറയണോ വേണ്ടേ എന്നൊക്കെ ആലോചിക്കുന്ന സമയം അറിയാം, എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് തരണമെന്ന് വക്കീൽ പറയും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും ജയിൽ കാണിക്കുന്നു. നേരത്തെ കണ്ടില്ലേ മൊട്ട, പുള്ളി അവിടുത്തെ ബ്യൂട്ടീഷ്യനാണ്. പുള്ളി എല്ലാവർക്കും മുടി വെട്ടി ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോനെ വിളിച്ച് ഷേവ് ചെയ്യാനായിട്ട് എടുത്തുന്നു. എന്നിട്ട് മൊട്ട ഹീറോയോട് പറയും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, എത്രത്തോളം പൈസയുണ്ടോ അവൻ രാജാവാണ്, അവൻ വിചാരിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും, അതുകൊണ്ട് നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ നീ രാജാവാകും. ആ സമയം ബായ് അങ്ങോട്ടേക്ക് വരും. എന്താ ഈ ഡീൽ ഉറപ്പിച്ചോ എന്ന് ചോദിക്കും. അതിന് മൊട്ട പറയും, പുതിയ ചെറുക്കനല്ലേ, 5 പിടിക്കാമോ. അപ്പോൾ ബായ് പറയും, ഓക്കെ, നിൻ്റെ സുരക്ഷ 5 ലക്ഷത്തി ഒതുക്കി എന്ന് പറയും. അപ്പോൾ ഹീറോ, എൻ്റെ കയ്യിൽ തരാൻ അത്രയും പൈസ ഇല്ലയെന്ന് പറയും. അതിന് ബായ് പറയും, നടക്കൂടാ, മുട്ടുപിൻ തുറക്കപ്പെടുന്നതാണല്ലോ, നീ മുട്ടി നോക്ക്, തുറക്കപ്പെടും. എന്നിട്ട് ഹീറോയ്ക്ക് ഒരു ഫോൺ കൊടുത്തിട്ട് ആരെയാന്ന് വിളിച്ച് പൈസ ഒപ്പിക്കാൻ പറയും. ആ സമയം ഹീറോനെ കാണാൻ വിസിറ്റേഴ്സ് വന്നു എന്ന് പറഞ്ഞ് പോലീസ് വിളിക്കും. അപ്പോൾ ബായ് പറയും, നല്ല സമയം, മുട്ടാതരം തുറക്കപ്പെട്ടല്ലോ, ഇനി നീ അവരെ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് എൻ്റെ അന്വേഷണവും പറഞ്ഞിട്ട് വാന്ന് പറയും. അത് കഴിഞ്ഞ് ഹീറോയുടെ അച്ഛനും അമ്മയും ചേച്ചിയും ഹീറോനെ കാണാൻ വന്നിട്ടുണ്ട്. ഹീറോ അങ്ങനെ അവരെ കാണാനായിട്ട് അങ്ങോട്ട് എത്തുമ്പോൾ അവിടെയാണെങ്കിൽ ബാക്കിയുള്ളവരെ കാണാനായിട്ട് വന്ന ഒരു ലോഡ് ആൾക്കാർ. അതിൻ്റെ ഇടയ്ക്ക് ഇവരെന്താ തമ്മിൽ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയം ഒരു പോലീസുകാരൻ വന്ന് ഹീറോനെ വലിച്ചുകൊണ്ട് പോകും. ആ പോലീസുകാരൻ ഹീറോനെ ഒരു ഓഫീസിൽ കൊണ്ടാക്കും. അത് കഴിഞ്ഞ് അവിടേക്ക് ഹീറോയുടെ അച്ഛനും അമ്മയും ചേച്ചിയും വരും. അവർ വന്ന് മോനെ എന്നൊക്കെ വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സംഭവം ഇങ്ങനെ ഒരു വിസിറ്റിംഗ് ഏർപ്പാടാക്കിയത് ആ ലേഡി വക്കീലാണ്. ആ സമയം ലേഡി വക്കീലും നിക്കലത്തും അങ്ങോട്ട് വന്ന്, നമുക്കധികം സമയം അനുവദിച്ചിട്ടില്ല, അതുകൊണ്ടൊന്ന് പുറത്തിറങ്ങണം, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ അച്ഛനും അമ്മയും ചേച്ചിയും പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ലേഡി വക്കീലിലെ ഹീറോയോട് ചോദിക്കും,
അന്ന് എന്താ നടന്നത്, എന്താ സംഭവിച്ചതെന്ന് എല്ലാം പറയാൻ പറയും. അതിന് ഹീറോ എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയില്ല എന്ന് പറയും. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, അവിടെ എതിർഭാഗവും പോലീസുകാരും ഒരുപാട് കഥയുണ്ടാക്കും, അതുകൊണ്ട് നമ്മളും ഒരു കഥയുണ്ടാക്കും. അന്നേ ദിവസം ഏത് കഥയാണോ ജഡ്ജിക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഭാഗം ജയിക്കും. അപ്പോൾ ഹീറോ പറയും, എന്തിനാ ഇതെല്ലാവരും കഥയായിട്ടുണ്ടാക്കുന്നത്, സത്യം പറഞ്ഞാൽ പോരെ. അപ്പോൾ ലേഡി വക്കീൽ പറയും, ഇത് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണി കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുകയുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെന്നു. എന്നിട്ട് നിക്കൽത്തിനോട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുക്കാൻ പറയുന്നു. അത് കഴിഞ്ഞ് നിക്കൽത്ത് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഹീറോയോട് പറയുന്നുണ്ട്, ലേഡി വക്കീൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, എന്നാലും അവർ നല്ലൊരു ലോയറാണ്, നിനക്കവരെ പൂർണ്ണമായും വിശ്വസിക്കാം എന്നും പറഞ്ഞ് നിക്കൽത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ലേഡി വക്കീലും നിക്കൽത്തും കൂടി കാറിൽ പോകുന്ന സമയം ലേഡി വക്കീൽ ചോദിക്കും, എല്ലാം ഒപ്പിട്ട് മേടിച്ചോ, എല്ലാം ഓക്കെ ആയോ, അവയെല്ലാം പറഞ്ഞോ എന്ന്. ആ സമയം നിക്കൽത്ത് പറയും, അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയം അവൻ്റെ കയ്യിലേക്ക് അവൻ ഉപയോഗിക്കുന്ന ഇൻഹീലർ കൊടുത്തുന്നു. ഇത് കേൾക്കുമ്പോൾ ലേഡി വക്കീലിൻ്റെ തലയിൽ എന്തൊക്കെയോ ഉദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയുടെ ചേച്ചിയെ കാണിക്കുന്നുണ്ട്. ചേച്ചിയോട് അവിടുത്തെ മുതലാളി വന്നിട്ട്, നീ ഇനി മുതൽ ബാക്ക് ഓഫീസിൽ ജോലി ചെയ്താൽ മതി. അതിന് ചേച്ചി പറയും, സാർ ഞാൻ ബെസ്റ്റ് പെർഫോമർ ആണല്ലോ, അപ്പോൾ ഫ്രണ്ട് ഓഫീസിലല്ലേ ജോലി ചെയ്യണ്ടേ, എന്തിനാ ബാക്ക് ഓഫീസിൽ പോകുന്നതെന്ന് ചോദിക്കും. അതിന് ഇയാൾ പറയും, തനിക്കിപ്പോഴും ഇവിടെ ജോലിയുണ്ട്, അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ വക്കീലിനെയും സെക്യൂരിറ്റിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വക്കീൽ സെക്യൂരിറ്റിനെ ഇട്ട് അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുപ്പിച്ച് സനയ അവിടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ജോലി ചെയ്തിരുന്നതും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ വക്കീൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ മൊട്ട പോലീസ് സനയുടെ ഫോണിൽ വന്ന കോൾ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് ചീഫിനെ കാണിച്ചിട്ട്, ഇതിൽ 2 നമ്പറിൽ നിന്നാണ് ഒരുപാട് തവണ കോൾ വന്നിട്ടുള്ളത്. ഒന്ന് സനയുടെ അച്ഛൻ്റെയും പിന്നൊന്ന് ഒരു ജിമ്മി ഡിസൂസയുടെ, അവനെ വിളിച്ചിട്ടുണ്ട്, അവൻ പുറത്തിരിക്കുമെന്ന് പറയും. ബാക്കി ഒരുപാട് നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നിലവിലില്ലാന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചീഫ് പറയും, എന്തായാലും ആ ജിമ്മി ഇങ്ങ് വിളിക്ക്. അങ്ങനെ മൊട്ട പോലീസ് ജിമ്മിനെ കൊണ്ടുവരും. എൻ്റെ പൊന്നെ, അവൻ വന്നിട്ട് ഈ കിളി പോയവന്മാർ സംസാരിക്കില്ലേ, അതുപോലെ സംസാരിക്കും. ചീഫ് ചോദിക്കും, നീ എന്തിനാ അവളെ മരിക്കുന്നതിന് മുന്നേ 9 തവണ വിളിച്ചതെന്ന്. അതിനിവൻ പറയും, അവളിപ്പോൾ മരിക്കാൻ പോകുമെന്ന് എനിക്കെങ്ങനെ അറിയാം സാറേ, അവൾ മരിച്ചതിൽ എനിക്കും സങ്കടമുണ്ട്, പക്ഷെ അവൾ നൈസ് ഗേളാണെന്ന്. അപ്പം ചീഫ് മൊട്ട പോലീസിനോട് പറയും, ആ സാധനം ഇങ്ങ് കൊണ്ടുവരാൻ. മൊട്ട പോലീസ് ഒരു ചാട്ടവാറും കൊണ്ടുവൻ അടിക്കാൻ വരും. ഇത് കണ്ട് ഇവൻ പേടിച്ചിട്ട്, സാറേ ഇത് ഇല്ലീഗലാണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, സാറിന് എന്താ അറിയണ്ടേ, ഞാൻ പറയാം. സാർ അവൾ അമേരിക്കയിലായിരുന്നു, അവളിപ്പോൾ നാട്ടിൽ വന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ അവളെ വിളിച്ചത്, അതും വെറുതെ ഒരു ഹായ് പറയാനായിട്ട്. ഇത് കേട്ടിട്ട് ചീഫ്, 9 തവണയോ, ഒരു ഹായ് പറയാൻ നീ 9 തവണ അവൾ വിളിച്ചോ? എന്നിട്ട് മൊട്ട പോലീസിനോട് അടിക്കാൻ പറയും. അപ്പോൾ പേടിച്ചിട്ട്, ഇല്ലല്ല ഞാൻ പറയാം. എന്നിട്ട് പറയും, അവൾ തിരിച്ച് നാട്ടിൽ വന്നു, ആ സമയം എനിക്ക് പഴയ ഡേറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നു, അതിന് വേണ്ടിയിട്ട് അവളെ വിളിച്ചെന്ന്. പിന്നെ അവൾക്ക് ഇതൊക്കെ ശീലമാണ്, പക്ഷേ എനിക്കങ്ങനെ ഒന്നുമില്ല, എനിക്ക് ലവും ആൽക്കഹോളും മാത്രം മതി എന്ന് പറയും. പിന്നെ ഞാൻ അവൾ അന്ന് 9 തവണ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തിട്ടില്ല, അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാനാ സാറേ, എന്നെ ഒന്ന് വിശ്വസിക്കുമെന്ന് പറയും. ഇത് കേട്ടിട്ട് ചീഫ്, എൻ്റെ അനുവാദം ഇല്ലാണ്ട് ഇവിടെ നിന്ന് നീ പുറത്തേക്ക് പോകല്ലേ എന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. അടുത്ത സീനിൽ ഹീറോയുടെ ചേച്ചിയെ കാണിക്കുന്നുണ്ട്. ചേച്ചി വീട്ടിലേക്ക് വന്ന് കയറി പോകുന്ന സമയം അവിടുത്തെ റൂമുകളിലെല്ലാം ഹീറോയെ പറ്റിയുള്ള വാർത്തയാണ്. ഹീറോ ഒരാളെ പീഡിപ്പിച്ചു, കൊല ചെയ്തു എന്നൊക്കെ. ഇതൊക്കെ കണ്ടും കേട്ടും ചേച്ചി ടെൻഷനായി മുകളിലേക്ക് എത്തിയിട്ട്, എന്നിട്ട് ചേച്ചി ബാഗിൽ നിന്ന് ആ ന്യൂസ് ചാനലിൽ ഒരാൾ ഒരു കാർഡ് കൊടുത്തില്ലേ, ആ കാർഡ് എടുത്ത് വിളിക്കുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കെട്ടിയത് നിക്കൽത്തിനെ കാണിക്കുന്നു. നിക്കൽത്ത് ഇപ്പോൾ ഒരു ചായക്കടയിൽ വന്ന് ആരെ അന്വേഷിക്കുന്നുണ്ട്, വേറെ ആരുമല്ല, നമ്മുടെ വക്കീലാണ് പുള്ളിയെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് നിക്കൽത്ത് വക്കീലിനോട് പറയും, എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യല്, നിങ്ങൾക്ക് എന്താ പറയാനുള്ള, എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയ കാര്യം പറയുമെന്ന് പറയും. ഒരു സാധനം തരാനാന്ന് പറഞ്ഞ് നമ്മുടെ വക്കീൽ ഒരു ഫയലെടുത്ത് അവളുടെ മുമ്പിൽ വയ്ക്കും. എന്നിട്ട് 3 ലക്ഷം എന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും, എന്താ നിങ്ങളുടെ 3 ലക്ഷം കളഞ്ഞു പോയോ? എന്നിട്ട് നമ്മുടെ പെണ്ണ് അത് തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും അത് സനയുടെ ഡീറ്റെയിൽസാണ്. അപ്പോൾ അവൾ പറയും, ഇങ്ങനെ ഒരു കാര്യം റെഡിയാക്കാൻ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല, അതും നേരായ മാർഗത്തോടെ എന്ന് പറയും. അപ്പോൾ വക്കീൽ പറയും, നേരായ മാർഗമോ വളഞ്ഞ മാർഗമോ അല്ല, സമയമാണ് പ്രധാനം. പിന്നെ നിങ്ങൾ ഈ നേരായ മാർഗത്തൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ കാര്യം മറക്കല്ലേ എന്ന് പ്രത്യേകിച്ച് പറയും. നിക്കൽത്താണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ വീണ്ടും, ആ ചെറുക്കനെ പറ്റിയുള്ള എല്ലാ കാര്യവും നമുക്കറിയാം, പിന്നെ ഇപ്പം ആവശ്യം സനയ, അവളുടെ ജാതകം മുഴുവൻ ഇതിനകത്തുണ്ട്, 3 ലക്ഷം. അപ്പം പെണ്ണ് പറയും, സാർ നമ്മൾ ചെയ്യുന്ന ജോലി ഒരു ജോലിയാണ്, പക്ഷെ ചെയ്യുന്ന രീതിയാണ് വേറെ, അതുകൊണ്ട് ഈ രീതി ഇങ്ങനെ തന്നെ പോട്ടെ, എനിക്കിത് വേണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മുടെ ചീഫിനെയും ഫോറൻസിക് ഡോക്ടറിനെയും കാണിക്കുന്നുണ്ട്. ചീഫ് ഡോക്ടറിനോട് പറയും, നിങ്ങൾ എന്തായാലും സാക്ഷി പറയണം, നിങ്ങൾ പറയുന്ന മൊഴികൾക്ക് വലിയ വിലയുണ്ടെന്ന് പറയും. അതിന് ഡോക്ടർ ചോദിക്കും, ഈ കേസ് താൻ എത്ര ശതമാനം ജയിക്കും, 50 ആണോ 90 ആണോ? എന്നാൽ ഞാൻ 100% ഉറപ്പ് പറയാം, നമുക്ക് കിട്ടിയ എല്ലാ തെളിവുകളും ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം പ്രതി ആദിത്യ ശർമ്മയ്ക്കെതിരാണ്, അതുകൊണ്ട് അത് പേടിക്കേണ്ടെന്ന് ഡോക്ടർ പറയും. അടുത്ത സീനിൽ നമ്മുടെ ചേച്ചി ഇപ്പോൾ ആ ന്യൂസ് ചാനലിൽ ഇൻ്റർവ്യൂവിന് വന്നേക്കുവാണ്. ഹീറോയുടെ ചേച്ചീനെ അവർ പറ്റിച്ചതാണ്. അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനായിട്ട് അവർ ചേച്ചീനെ വിളിച്ചിട്ട്
ഹീറോനെ പറ്റിയുള്ള എല്ലാ വേണ്ടാത്തനവും പറഞ്ഞ് ഫലിപ്പിക്കും. ആ റിപ്പോർട്ടർ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചേച്ചി പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ നല്ല കുട്ടിയാണ്, അവൻ നല്ല സ്വഭാവമാണെന്നൊക്കെ. അപ്പോൾ ഈ റിപ്പോർട്ടർ പറയും, നിങ്ങളുടെ ഒരു അയൽക്കാരനോട് വന്നിട്ടുണ്ട്, അവൻ്റെ നല്ല സ്വഭാവമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരോട് ചോദിക്കാമെന്ന് പറയും. ഈ അയൽക്കാരനോട് ഹീറോയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിയാണെങ്കിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹീറോ ആരെ തള്ളിയിട്ട കാര്യം പറയും. ഇത് കേട്ടിട്ട് ആ ചാനലുകാരൻ, നിങ്ങൾ കേട്ടില്ലേ, അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഒരു സൈക്കോ ആയിരുന്നു എന്ന്. ഹീറോയുടെ ചേച്ചി ഇതെല്ലാം ഇപ്പോൾ പെട്ടുപോയല്ലോ എന്നും പറഞ്ഞ അവസ്ഥയിലിരിക്കും. സഹായത്തിന് വേണ്ടി വന്നത് കുരുക്കിലേക്കാണല്ലോ എന്ന് ചിന്തിക്കും. അടുത്ത സീനിൽ ഹീറോനെ കാണിക്കുന്നുണ്ട്. ഹീറോ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം ഈ ലാക്ക് ഹീറോനെ പുറകിലൂടെ വന്ന് പിടിച്ചിട്ട് ഹീറോനെ പീഡിപ്പിക്കാൻ നോക്കുന്നുണ്ട്. സംഭവം ഈ ലാക്ക് ഒരു ഗയാണ്. അങ്ങനെ ഹീറോനെ വാ പൊത്തിപ്പിടിച്ച് ഉപദ്രവിക്കുന്ന സമയം മൊട്ട അങ്ങോട്ടേക്ക് വന്ന് ലാക്കിനെ തള്ളി മാറ്റിയിട്ട് ഹീറോയുടെ നെഞ്ചത്ത് കത്തി വെച്ച് മുറിക്കും. എന്നിട്ട് മൊട്ടയുടെ കയ്യിലുള്ള വിസിൽ ഊതി അവിടുത്തെ പോലീസുകാരെ മൊത്തം വിളിക്കും. എന്നിട്ട് ഇവനെന്തോ ഒരു അപകടം പറ്റിയെന്നും പറഞ്ഞ് അവനെ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ആ സമയം ഈ ലാക്ക് നമ്മുടെ മൊട്ടയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഹീറോനെ ഡോക്ടർ നോക്കി മുറിവ് ഡ്രസ്സ് ചെയ്ത് പോകുന്ന സമയം നമ്മുടെ ബായ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബായ് അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ ഡോക്ടറും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ബായെ നോക്കി സലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബായ് ഹീറോയോട്, ഭഗവാൻ നിന്നെ മൊത്തത്തിൽ അങ്ങ് വിളിച്ചില്ലല്ലോ, ഇപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു അകലത്തിലാണ് നീ. എന്നിട്ട് ഹീറോയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ആരാന്ന് വെച്ച് വിളിച്ചോ. ഹീറോ ഉടനെ ചേച്ചിയെ വിളിച്ചിട്ട് പറയും, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം, ഒരു 5 ലക്ഷം രൂപ വേണമെന്ന് പറയും. അതിന് ചേച്ചി പറയും, ഞാൻ ഇൻസ്പെക്ടറോടൊന്ന് സംസാരിക്കട്ടെ എന്ന്. അപ്പോൾ ഹീറോ പറയും, ഇവിടെ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു അവസ്ഥയിൽ പൈസ ചോദിക്കുന്നതുകൊണ്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം, പക്ഷെ ആ പൈസ കിട്ടിയില്ലെങ്കിൽ ഇവരെല്ലാം കൂടി എന്നെ കൊന്നു കുഴിച്ചു മൂടും എന്ന് ഹീറോ പറയുന്ന സമയം ബായ് ഫോൺ മേടിച്ച് കട്ടി. അവിടെ വെച്ച് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നിനൊന്നിന് ശത്രുക്കൾ കൂടി വരുന്നുണ്ട്. ഇനി ഹീറോയ്ക്ക് എന്ത് സംഭവിക്കും? ആ പൈസ ചേച്ചി അയച്ചു കൊടുക്കുമോ? അതെല്ലാം നമുക്ക് 4ാമത്തെ എപ്പിസോഡിൽ നോക്കാം. ഇപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.